ഹലോ, നമുക്കിന്നൊരു ഈസി പോപ്പപ്പ് ക്രിസ്മസ് കാർഡ് ഉണ്ടാക്കി നോക്കിയാലോ? അതിനു വേണ്ടി നമുക്ക് ഫസ്റ്റ് ഒരു ഗ്രീൻ കളർ പേപ്പറും റെഡ് കളർ പേപ്പറും എടുക്കുക. ഫസ്റ്റ് നമുക്ക് ആ ഗ്രീൻ കളർ പേപ്പർ ഇങ്ങനെ പകുതി മടക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് റെഡ് കളർ പേപ്പറും സെയിം രീതിക്ക് പകുതി വെച്ച് മടക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഗ്രീൻ കളർ പേപ്പറിൻ്റെ അകത്തേക്ക് ഈ റെഡ് കളർ പേപ്പർ നമ്മൾ വെക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഗ്രീൻ കളർ പേപ്പറിനേക്കാളും കുറച്ചും കൂടെ മെഷർമെൻറ്റ് കുറവായിരിക്കണം ഈ റെഡ് കളർ പേപ്പറിന്. അത് കഴിഞ്ഞിട്ട് ഈ റെഡ് കളർ പേപ്പർ ഇങ്ങനെ നമുക്ക് 4 സൈഡ് പശയൊക്കെ ഒട്ടിച്ച് ആ ഗ്രീൻ കളർ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് പേസ്റ്റ് ചെയ്യാം. മറ്റേ സൈഡും അതുപോലെ തന്നെ സെയിം രീതിക്ക് നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ക്രിസ്മസ് കാർഡിൻ്റെ ബേസ്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ഗ്രീൻ കളർ പേപ്പർ എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ കളർ ഷീറ്റ്സ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് A4 സൈസ് ഷീറ്റ് കളർ അടിച്ച് യൂസ് ആക്കിയാലും മതി. സോ ആ പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഒന്ന് നടുവേ മടക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ ഹാഫിൽ നിന്ന് എഗെയിൻ ഒരു ഹാഫ് ഇങ്ങനെ നമുക്ക് മടക്കിയെടുക്കാം. ഇനിയും അതുപോലെ തന്നെ ആ പകുതിയിൽ നിന്ന് ഒരു പകുതിയും കൂടെ ഇങ്ങനെ മടക്കി വെക്കുക. ഈ സെയിം പ്രൊസീജിയർ ഒന്നും കൂടെ നമ്മൾ ഇതുപോലെ ഹാഫായിട്ട് മടക്കുക. എഗെയിൻ അടുത്ത സൈഡിലും ഇതുപോലെ തന്നെ നമുക്ക് പകുതി മടക്കുക. ഫസ്റ്റ് ഒരു ഹാഫ് മടക്കുക, അതിനുശേഷം ആ ഹാഫിൻ്റെ പകുതിയിൽ ഒന്നും കൂടെ മടക്കുക ഇതുപോലെ പകുതിയായിട്ട്. അതുപോലെ തന്നെ മുകളിലത്തെ ഭാഗവും ഇതുപോലെ മടക്കുക. സോ നമ്മുടെ പേപ്പർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു പകുതിയിൽ നിന്ന് വീണ്ടും ഇതുപോലെ മടക്കാം. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ അടുത്ത മടക്കേണ്ടത് പേപ്പർ തിരിച്ച് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്കായിരിക്കും മടക്കേണ്ടത്. സോ ഈ പ്രൊസീജിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കേണ്ടത് ഇങ്ങനെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ക്രിസ്മസ് ട്രീ ആയിട്ട് നമ്മൾ ക്രിസ്മസ് കാർഡിൽ യൂസ് ആക്കുന്ന നമ്മുടെ പേപ്പറിൻ്റെ പോർഷൻ. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഇങ്ങനെ കിട്ടും. ഇനി നമുക്കിവിടെ കുറച്ച് മെഷർമെൻറ്റ്സ് ഒക്കെ എടുക്കാനുണ്ട്. സോ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പേപ്പറിൽ നിന്ന് ഒരു 7 സെൻറ്റിമീറ്റർ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാം. അതിനുശേഷം അടുത്ത 6 സെൻറ്റിമീറ്റർ നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ അങ്ങനെ പറ്റുന്ന അത്രയും മാർക്ക് ചെയ്യാം. സോ നമുക്ക് ആ ഫസ്റ്റ് 7 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഒരു സിസേഴ്സ് ഉപയോഗിച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് പാടാണ് കട്ട് ചെയ്യാൻ, ബട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അടുത്ത 6 സെൻറ്റിമീറ്ററിൻ്റെ ഭാഗവും ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ 4 സെൻറ്റിമീറ്ററിൻ്റെ ഭാഗവും ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. എഗെയിൻ ആ 2 സെൻറ്റിമീറ്ററിൻ്റെ പോർഷനും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തു. പിന്നെ നമുക്കൊരു 1 സെൻറ്റിമീറ്ററും കൂടെ കിട്ടും, അതും ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കാം. സോ നമുക്ക് ഈ എല്ലാ പേപ്പേഴ്സും നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ട് ഉള്ളതാണ്. ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസ് കാർഡ് എടുത്തിട്ട് ആ ഏറ്റവും വലിയ പീസ് തൊട്ട് ചെറിയ പീസ് വരെ ഇങ്ങനെ ട്രീയിൽ നമുക്ക് ഒട്ടിച്ച് കൊടുക്കാം. സോ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമുക്ക് നമ്മുടെ പേപ്പേഴ്സിൽ 7 സെൻറ്റിമീറ്റർ മുതൽ 2 സെൻറ്റിമീറ്റേഴ്സ് വരെയുള്ള പേപ്പേഴ്സ് ഇങ്ങനെ വലുത് തൊട്ട് ചെറിയത് വരെ ഇങ്ങനെ ഓർഡറിൽ നമുക്കിങ്ങനെ പശ ഒട്ടിച്ച് നമ്മുടെ കാർഡിലേക്ക് വയ്ക്കാം. ഇനി നമുക്ക് നമ്മുടെ ആ ചെറിയ പീസ് എടുത്തിട്ട് ഇങ്ങനെ സൈഡിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ചെറിയ പീസും കൂടെ നമ്മുടെ ഈ പേപ്പറിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെയറിലേക്ക് ഗമ്മൊട്ടിച്ചതിന് ശേഷം ഇങ്ങനെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഓരോ ലെയറിലും നമ്മൾ ഇങ്ങനെ ഈ രീതിയിൽ പശ ഒട്ടിച്ച് വെക്കാം. സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ്. സോ നമുക്കിനി നമ്മുടെ കാർഡ് ഇങ്ങനെ മടക്കി വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ പോപ്പപ്പ് ക്രിസ്മസ് ട്രീ കാർഡ് ഇരിക്കുക. കുറച്ചുകൂടെ ഭംഗിയൊക്കെ ആക്കാൻ വേണ്ടി നമുക്കൊരു ഫ്രണ്ടിൽ ഒരു മെറി ക്രിസ്മസ് ഒക്കെ എഴുതി
അകത്തൊരു സ്റ്റാറൊക്കെ വെച്ച് കൊടുക്കാം. സോ എങ്ങനെയുണ്ട് നമ്മുടെ ക്രിസ്മസ് ട്രീ കാർഡ്? ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.